വേണ്ട, അച്ചോട്ടും കുളിച്ചോ, ഞാൻ അലക്കി തരാം. വേണം, അതെന്താ അച്ചോട്ടിന്റെ സ്വന്തം പെങ്ങളെന്ന് കരുതിയാ മതി. അയ്യോ, എന്താ പെണ്ണൊരുമ്പെട്ടാൽ ഏത് കൊലകൊമ്പനും വീഴും. ഇവളെന്നെ വീഴ്ത്തികളൊന്നും. അത് തന്നെയാണ് എനിക്കും പറ്റിയ വെച്ചോട്ടാ. അത് വേണോ അല്ല, ഇത്തിരി കടന്ന കയ്യല്ലേ. വേണോ അളിയാ, ഇതല്ലാതെ വേറൊരു വഴി ഞാൻ ആച്ചാര്യ വരുന്നുണ്ട്, തുടങ്ങിക്കോ. അനാവശ്യം പറയുന്നു. ഇവനെ അല്ലാതെ വേറൊരാളുടെ മുഖത്ത് പോലും നോക്കാത്തതാണ് ജാഥ. അതെല്ലാം അച്യുതൻ വരുന്നതിന് മുമ്പുള്ള കാര്യമല്ല. എന്നാലും എനിക്ക് തീരെ വിശ്വസിക്കാൻ പറ്റില്ല. എനിക്കും ആദ്യം വിശ്വസിക്കാൻ പറ്റില്ല വെട്ടുകളി. അച്യുതൻ ജാഥയെ കെട്ടാൻ പോണമെന്നോ മോപ്പസ്ഥാനം ഏറ്റെടുക്കാൻ പോണെന്നൊക്കെ ഞാൻ വളരെ വൈകിയല്ല അറിഞ്ഞത്. ഇപ്പൊ പന്തിയിലും കവലയിലും അങ്ങാടിയിലും ഒക്കെ പാട്ടല്ലേ. മൂപ്പനൊക്കെ വന്ന് ശിവന് വാക്ക് കൊടുത്തിരുന്നതല്ലേ. എന്ന് പറഞ്ഞ കൊമ്പത്തെ പാപ്പാൻ അച്യുതനുള്ളപ്പോ കൊച്ചുപാപ്പാനായ ശിവൻ എവിടാ സ്ഥാനം? എന്റെ സ്വന്തം അനുജനാണ് ശിവൻ. അവനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ശത്രുത കൊണ്ടാണെന്ന് അവൻ. പാവം ശിവൻ, പഞ്ചപാവം. ശിവ, ഈ പറയണൊക്കെ സത്യമാണോ? ഒടുവിൽ ഗുരുവായൂർ ആനയോട്ടത്തിൽ കൊച്ചുഗോവിന്ദൻ ഒന്നാമനായി. അപ്പൊ ആദ്യം ഓടാൻ തുടങ്ങിയ ആനയോ? തോറ്റു. ആ ദേശത്തിന് പാപ്പാൻ അവനെ പൊതിരെ തല്ലി. അവൻ പാപ്പാനെ കുത്തി. മരിച്ച പാപ്പാന്റെ അടുത്ത് ആനയെ മാറ്റാൻ പിന്നെ ഒരുപാട് പാടുപെട്ടു. 1000 വർഷം കഴിഞ്ഞാലും ആന പക മറക്കില്ലെന്ന് പറയണത് വെറുതെ അല്ല. എത്ര പറഞ്ഞാലും ആ ശിവേട്ടിന് ഒരു കൂസലുമില്ല. അവൻ കൊള്ളാം, നല്ലവനാ, മിടുക്കൻ. നിന്റെ ഈ കീച്ചിക്കിന്നാരം പറഞ്ഞവനൊരു പേടിത്തൊണ്ടനാക്കാതിരുന്നാ മതി. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മൂപ്പനോട് പറഞ്ഞ് നിങ്ങളുടെ കല്യാണം നടത്തി. അച്ചോട്ടൻ എന്തിനാ ഇവിടുന്ന് പോകുന്നേ? ചിലരൊക്കെ അച്ചോട്ടിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്താ കഴിക്കുന്നേ, എവിടെ ഉറങ്ങുന്നേ എന്നൊക്കെ. അതാരാ എന്നെ പറ്റി തിരക്കാൻ? അതൊക്കെ ഉണ്ട്. പറയില്ല. പറയില്ല. പറയിപ്പിക്കും. പറയില്ല. മൂപ്പൻ എവിടെ? അപ്പൻ രാവിലെ പോയല്ലോ. എന്താ ശിവേട്ടാ? എന്താ പന്തി പണിയൊന്നുമില്ലേ? പണിയൊക്കെ കഴിഞ്ഞു. പന്തിയിലെ പണി കഴിഞ്ഞാ പിന്നെ പലരുടെയും താവളം എവിടെയാണല്ലോ. ശിവേട്ടാ പോവാണോ? ഇവനിത് എന്ത് പറ്റി ഒരുമാതിരി ഇടഞ്ഞ ആനയെ പോലെ? എന്ത് തോന്നിയാസമാകാന്നല്ലേ? ആരുടെ പിണ്ടം വെക്കാൻ പോയി കിടക്കാനോ താനിതുവരെ? പിണ്ടം വെക്കാനല്ല, പിണ്ടം വാരാൻ പോയാ. എന്താ വെക്കണോ? തമാശയാ? അല്ല, കാര്യമാ. നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ? എന്താ ദേഷ്യപ്പെടാനും മുൻകൂർ അനുവാദം വാങ്ങണോ? അച്ചൂട്ടിന്റെ പാകത്തിന് കടുപ്പം മധുരമൊക്കെ ഉണ്ട്. അങ്ങോട്ട് ചെല്ല, അവൻ ആ ഇളകി നിൽക്കുക. ഇനി ഇത് കുടിച്ചിട്ട് മതി ബാക്കി. നിന്റെ സൽക്കാരമൊക്കെ ഇവിടെ വേണ്ട, അവിടെ മതി. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചു? വേണേ ചങ്ങലക്കിടാം. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത തന്നെ പോലുള്ളവരാ ചങ്ങലക്കിടേണ്ടത്. അനാവശ്യം പറയരുത്. തനിക്ക് കാണിക്കാമല്ലേ? ഇവൻ ഇതെന്ത് പറ്റി? അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
ആശാൻ രാധയെ കെട്ടാൻ പോകണമെന്ന് അറിഞ്ഞ മുതൽ അവനെങ്ങനെയാ? ഞാൻ രാധയെ കെട്ടാൻ പോന്നു. അതെ, ആര് പറഞ്ഞത്? പന്തിയിലും നാട്ടിലൊക്കെ പാട്ടാണ്. പൊന്നരാ, നിനക്കറിയോ രാധ എനിക്ക് കുഞ്ഞു പെങ്ങളെ പോലെയാ? അറിയോ നിനക്ക്? പൂവച്ചെണ്ണയുടെ വേര് തിന്നുന്ന ഏത് ആനയ്ക്കും ഭ്രാന്തളകും. അയ്യപ്പ, ദാ. അയ്യപ്പനാണ് എന്നെ ഇറക്കാൻ പോണത്. ആ, ആർക്കറിയാം, അയാൾ പോയിട്ടുണ്ട് DFO കാണാൻ. ഏറ്റവും തന്നെ ഇറക്കട്ടെ. ആ, ഞാൻ പോണു. നാളെ നിന്നെ ഒന്ന് കാണണം. ശരി. അയ്യപ്പനെ നാളെ പുറത്തിറക്കാമെന്ന് DFO സമ്മതിച്ചു. നീ എന്തിനാ ഇങ്ങനെ വീർത്തിട്ട് നിൽക്കുന്നേ? ഇപ്പൊ ഞാൻ എന്തു പറഞ്ഞാലും നിനക്ക് മനസ്സിലാവുകയില്ല. നിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും? നീ വാ, മൂപ്പന്റെ അടുത്ത് നിന്നെ ഞാൻ കൊണ്ടുപോവാം. എനിക്കാരെയും കാണണ്ട. കാണണം, നീ സത്യം അറിയണം. എന്നിട്ട് വേണം നീ എന്നെ കൊന്നോ, ഞാൻ നിന്ന് തരാം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് അതൊന്നും സത്യമല്ല ശിവ. തുറന്ന മനസ്സോടെയാ ഞാൻ നിങ്ങളെ അച്ചുവെട്ടാന്ന് വിളിച്ചത്. ആരോരുമില്ലാത്ത എനിക്ക് ഒരു ചേട്ടനായല്ലോ എന്ന് ഞാൻ സന്തോഷിച്ചു. നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു. ആനയെ മാത്രം സ്നേഹിച്ച് നടന്നവനാ ഞാൻ. നിന്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കിയപ്പോ ഒരു കൂടപ്പറപ്പിനെ കിട്ടിയ പോലാ എനിക്ക്. വേണ്ടടാ, നിന്നെ വിഷമിപ്പിച്ചിട്ട് എനിക്കൊരു പുല്ലും ആവണ്ട. അയ്യപ്പനെ നാളെ നീ ഇറക്കണം. അതിന്റെ പേരും പെരുമയും നിനക്കിരിക്കട്ടെ. എനിക്കത് മതി. അച്യുതനോടെ കണ്ടില്ല. അത്യാവശ്യമായിട്ട് എവിടേക്കോ പോയി. അയ്യപ്പനെ എന്നോട് ഇറക്കിക്കൊള്ളാൻ പറഞ്ഞു. അത് വേണ്ട, അച്ഛൻ വന്നിട്ട് മതി. വരാൻ വൈകുമെന്നാ പറഞ്ഞത്. ഞാൻ ഇറക്കിക്കൊള്ളാം സാർ. ആയിക്കോട്ടെ. അല്ലേലും ശിവനാണല്ലോ ഇവനെ നോക്കേണ്ടത്. ശിവൻ അയ്യപ്പനെ ഇറക്കണ്ട മൂപ്പ. അച്ഛനും വരട്ടെ. ഒരു കുഴപ്പമില്ല ആശാനെ, ഇവനെ ഞാൻ ഇറക്കാം മൂപ്പ. ഇറക്കിക്കോ.
വയ്ക്കാനേടാ വയ്ക്കാൻ. ചതിച്ചു മൂപ്പ, ചതിച്ചു. ശിവനെ ചതിച്ചത് അച്യുതനാ. ബുദ്ധിയുള്ളൊരു പണ്ട് അതാ പറഞ്ഞത്, കനകം മൂലം കാമിനി മൂലം കലഹം. ബാവച്ചൻ അന്നേ പറഞ്ഞതാ അച്യുതൻ ചതിക്കുമെന്ന്. ഓ, എന്തൊരു ചതിയായി പോയി. എല്ലാവരും കൂടി അവനെ എടുത്ത് തലേ വെച്ചു. ഞാൻ പറഞ്ഞപ്പോ അത് അസൂയായി. ഇപ്പൊ മനസ്സിലായല്ലോ എല്ലാവർക്കും. ഒരു പ്രായിക്കര ഊപ്പാൻ. അത് ശരിയാ, ശിവന് ആയുസ് ഒടുങ്ങിയിട്ടില്ല, അതുകൊണ്ട് ചത്തില്ല. ആയുസിന്റെ ബലം കൊണ്ടൊന്നല്ല, അച്യുതാശൻ വന്നില്ലായിരുന്നെങ്കിലേ ചത്തേന്. ആന ശിവനെ കൊമ്പയെ കോർത്ത് മാലയിട്ട് ശിവതാണ്ഡവാടിയത്. അത് ശരിയാ. എന്ത് ശരി? എന്ത് പറഞ്ഞാലും അത് ശരി. കൊല്ലന്മാരും തുടങ്ങിയോ പാരപടിയാൻ? അത് ശരിയാ. ഞാൻ തപ്പിച്ചു. അയ്യോ, പോത്ത്. അത് ശരിയാ. ദാ, പോരെ വാവണ്ണേ, പോകാം. ശിവനെ കൊന്നിട്ട് നിനക്ക് എന്റെ പെങ്ങളെ കിട്ടണം, അല്ലടാ തെണ്ടി. നിനക്ക് ചതിച്ചു കൊല്ലാൻ അറിയൂ, എനിക്ക് നേരിട്ട് കൊല്ലാൻ അറിയണം. ചന്ദ്ര, നീ സത്യം അറിയാതെ
പട്ടി നിന്നെ നന്നായി തുറക്കണ ഹോട്ടലെടുക്കട്ടടാ ഞാൻ പന്നി ഇന്ന് ഞാൻ എരുവാക്കി തരണം പട്ടി നിന്നോട് ഞാനാ പറഞ്ഞു നിർത്താൻ പോടാ. അച്ഛനിങ്ങ വാ. വക്കുവടം പിടിക്കുന്ന കയ്യായത് നല്ല ഉറപ്പുണ്ട്. തരിപ്പുള്ളവന്മാരുണ്ടെ വരടാ, തല്ലി തീർക്കാം. അച്യുതാ, ഞാനാ എന്നെ വിളിക്കുന്നേ. വാ. നീ എന്തിനാടാ ഇത് ചെയ്തത്? എന്ത് തെറ്റാ ഞാൻ നിന്നോട് ചെയ്തത്? നിന്നെ സ്നേഹിച്ചതോ? വേണ്ട, തൊടണ്ട. ചതിയന്മാരെ എനിക്ക് ഇഷ്ടമല്ല. പറയടാ മോനെ, എന്തു പറ്റി നിനക്ക്? ആയിരുന്നില്ലല്ലോ ശിവേട്ടൻ. അതിപ്പോ ഞാനല്ല, ആരായിരുന്നാലും അങ്ങനെയൊക്കെ വിചാരിക്കൂ. ഞാൻ ഒഴിഞ്ഞു പോകുന്ന കരുതിയല്ലേ? എന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ലേ ശിവേട്ടന്? നിന്നെപ്പറ്റി ഓരോന്ന് കേട്ടപ്പോ, നീ എനിക്ക് നഷ്ടമാകുമെന്ന് തോന്നിയപ്പോ എല്ലാം മറന്നുവല്ലേ? ഒരു നോട്ടം കൊണ്ട് പോലും നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ അച്ചേട്ടൻ എന്നെ കണ്ടിട്ടില്ല. അപ്പം വന്ന് ഇടയെ വീണില്ലായിരുന്നെങ്കിലേ ഞങ്ങൾ ആ തെണ്ടിയെ തല്ലിക്കൊന്ന് കൊക്കെ തള്ളിയനെ. ഒക്കെ നശിപ്പിച്ചു. ഒരു രക്ഷകൻ. തല്ലാനും കൊല്ലാനും നിന്നെ ആരാ ഏൽപ്പിച്ചത്? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അതിനെനിക്ക് ആരുടെയും സഹായം വേണ്ട. പക്ഷെ ഇവളെ പറ്റി അനാവശ്യം പറഞ്ഞ് നടന്നാലേ തല്ലും. അത് നീ ആണെങ്കിൽ പോലും തല്ലും, ചിലപ്പോ കൊല്ലും. നീ പോടി അവിടുന്ന്. നിനക്കെന്താണ് കാര്യം? ഒട്ടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളണം. അതാ എനിക്കും പറയാനുള്ളത്. നീ ആരാണെന്നാ നിന്റെ ഭാവം? ദാതയോ? കണ്ട തെമ്മാടികളെ കൂട്ടുപിടിച്ച് തല്ലാൻ നടക്കുന്നു. തലയിരിക്കുമ്പോ വാലാടണ്ട. പോട്ടെ മൂപ്പ, അവൻ അറിയാതെ ചെയ്തതല്ലേ? അല്ല, അറിഞ്ഞോണ്ട് തന്നെ ചെയ്തത്. പോക്കത്തിനും കാണിച്ചാൻ പോരാ. നീ നാളാകുന്നു പോകത്ത്. നീന്നില്ലേ? ആനയെ മെരുക്കുന്നവനാണ്. ആണായാൽ നേരിട്ട് തീർക്കണം, അല്ലാതെ ആളെ വിട്ട് തല്ലിക്കുന്നത് ആണത്തമല്ല. മൂപ്പന് തോന്നുന്നുണ്ടോ ചന്തക്കവലയിലെ വഴക്കും വെക്കാണോ ഞാനാ ഉണ്ടാക്കിയെന്ന്? വേണമെങ്കിൽ എനിക്കിതിനും ഒറ്റയ്ക്കാകാമായിരുന്നു. നിനക്കറിയാമോ, നിന്നെ കൊണ്ട് രാധയെ കെട്ടിക്കണമെന്ന് എന്നോട് ആദ്യമായിട്ട് പറഞ്ഞത് ഇവനാണ്. നെറിയുള്ളൊരു പാപ്പാൻ കൂടെ നടക്കുന്നവരെ ചതിക്കില്ലടാ. അച്ചുവേട്ടൻ ചതിച്ചെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല.
എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പദം വന്ന ആനയ്ക്ക് കൂവച്ചെണ്ണയുടെ വേര് കൊടുത്ത ആരാണെന്ന് എനിക്കറിയാം. അതെന്തിനാണെന്നും അറിയാം. അതവൻ തന്നെയാ വാവച്ചൻ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു, കെണി വെച്ചത് അച്യുതന്, വീണത് ശിവൻ. ഇനിയിപ്പൊ അവര് തമ്മിലായിക്കോളും കളി. അല്ലാടാ കിളി? വാവച്ചനാശാന്റെ കള്ളക്കോലി ശരിക്കങ്ങ് കൊണ്ടു. സമ്മതിക്കണം ആശാന്റെ ഒരു ബുദ്ധി. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. അച്യുതൻ പന്തി കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത് എനിക്ക് കാണണം. അതുവരെ കളിക്കോടാ ഈ പാവച്ചൻ. ശിവനും ചന്ദ്രനും ഇപ്പൊ എന്റെ കയ്യിലാണ്. ഞാൻ പറഞ്ഞാൽ ഇനി അവന്മാർ എന്തും ചെയ്യണം. ഇല്ല, ഇനി ഒന്നും ചെയ്യില്ല. അങ്ങനെ വല്ലതും താൻ ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റി. ചതിയും കന്നക്കോലും കൊണ്ടുള്ള തന്റെ ഈ വൃത്തിയേറ്റ കളിയുണ്ടല്ലോ, അതിന് വേണ്ട. കളിക്കുമടാ. രണ്ടിലൊന്നും അറിയുന്നത് വരെ വാവച്ചൻ കളിക്കും. നീ നോക്കിക്കോ. അന്ന് ഈ കത്തി തന്റെ ചോരയുടെ രുചി അറിയും. കയ്യും കാലും വെട്ടിയറിഞ്ഞ് കുഴി തള്ളിഞ്ഞാൻ. തനിക്കറിയാലോ ശിവനെ, കാരക്കോല് പിടിപ്പിച്ചതുകൊണ്ട് എല്ലാം ക്ഷമിക്കുമെന്ന് കരുതണ്ട. ഇനി എനിക്കിട്ട് വച്ചാൽ ഒന്നാം പാപ്പൻ പന്തി കാണത്തില്ല, പറഞ്ഞേക്കാം. ഗൗരി അച്യുതന്റെ വെപ്പാട്ടിയാണെന്ന് പന്തിയിലൊക്കെ ഒരു ചൊല്ലുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കത്തില്ല. വിശ്വസിച്ചോ? ആര് പറഞ്ഞു വേണ്ടാന്ന്? എന്റെ തമ്പുരാൻ കുന്നപ്പാ, ഈ ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കുന്നവന്റെ നാവ് പുഴുത്തു പോകത്തേ ഉള്ളൂ. സാരമില്ല ഇടത്തി, ഞങ്ങളുടെ കല്യാണം കഴിയുമ്പോ ഇതെല്ലാം താനെ നിന്നോളും. ഇല്ല, ഞാൻ നിർത്തിക്കും. അതിന് തന്റെ കൂടെ പൊറുക്കാൻ വന്നിട്ട് വേണ്ടേ നിർത്താനും ഇരുത്താനും? ചെറ്റത്തിനും പറഞ്ഞു നടക്കുന്നവന്റെ നാക്കി ഞാൻ അറക്കും. എന്നാ പോയി അറക്കണേ ആ അച്യുതന്റെ. ഒന്ന് കാണട്ടെ. വിചാരിച്ചിരിക്കുന്നേ ചെല്ലുന്നിടത്തൊക്കെ ഭാര്യമാര് വേണോന്ന് തോന്നണതേ ഒരു രോഗ. ആ ഭൂതിയും കൊണ്ട് എന്റെ അടുത്ത് വന്ന കുറ്റിച്ചൂലുണ്ട് മുഖത്തടിക്കും ഞാൻ. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറയടി. ആണാന്ന് പറഞ്ഞാ പോരാ, അന്തസ് വേണം. പെണ്ണാണെന്ന് ഞാൻ കൂട്ടാക്കല കേട്ടോ. ഓ, ഒരാണിറങ്ങിയിരിക്കുന്നു. എന്താ ഗൗരി? ഇയാൾ പറഞ്ഞു നടക്കുന്ന തോന്നിയാസങ്ങളെ കുറിച്ച് ശിവനെങ്കിലും എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ? കാര്യം എന്താണെന്ന് പറ. പന്തിയിൽ പണിക്ക് വരുന്ന പാപ്പാമാർക്ക് കേറി ഇറങ്ങാനുള്ളതല്ല എന്റെ വീട്. ആ കട്ടിൽ കണ്ട് താൻ പണിക്കണ്ട. ഗൗരി നിർത്ത. തനിക്ക് പേടിയാണ്, എനിക്കൊരവനെയും പേടിയില്ല. പറയേണ്ടത് പറഞ്ഞ ഗൗരി പോകൂ. ഞാൻ ഇയാളുടെ വെപ്പാട്ടിയാണ് പോലും. പാവപ്പെട്ട പെണ്ണുങ്ങളെ പേപ്പിക്കാൻ നടക്കുന്ന എന്തടി നീ കരുതിയേ? നിന്റെ ഈ തൊലിവെളുപ്പ് കൊണ്ട് മയങ്ങുന്നവനല്ല ഞാൻ. പിഴപ്പിക്കാനും പൊറപ്പിക്കാനും നടക്കുന്നവനായിരുന്നെങ്കിൽ നിന്നെ പോലെ 100 എണ്ണത്തിന് എനിക്ക് കിട്ടിയാനേ. ഇനി ഇതുപോലെ ചെറ്റവർത്താനം പറഞ്ഞാൽ നാവരിഞ്ഞ് കളയും ഞാൻ. എന്തൊക്കെ അനാവശ്യങ്ങളാ പറഞ്ഞത്? ആരാ ഈ നുണയെല്ലാം ഗൗരിയോട് എഴുന്നള്ളിച്ചത്? വേറെ ആരാ? ആ പഴുന്തന്നെയാവും. ഈ കേട്ടതൊന്നും സത്യമല്ല ഗൗരി. പന്തിയിലൊന്നും അങ്ങനെ ഒരു സംസാരവും ഇല്ല. ഗൗരി കരുതുന്ന പോലെ ഒന്നുമല്ല. അച്ചോട്ട് ആളൊരു പാവ. എന്നാലും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിങ്ങനെ ഒറ്റയ്ക്കിങ്ങനെ കഞ്ഞി വെച്ചും കാപ്പി ഉണ്ടാക്കിയും എത്ര നാൾ കഴിയാനാണ് ഭാവം? ഇതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന അച്ചുവേട്ടനെ സഹായിക്കാമെന്ന് വെച്ചാ എനിക്കൊട്ട് സമയമില്ല. വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിന്നെ കണ്ടിട്ടാണോ അത്രയും കാലം ഞാൻ ജീവിച്ചത്? വളച്ചുകെട്ടും ചുറ്റിക്കളിയുമില്ല, നേരിട്ടങ്ങ് പറഞ്ഞേക്കാം. അച്ചുവേട്ടൻ ഒരു പെണ്ണ് കെട്ടണം. ഓഹോ, ഇതാണോ വലിയ ആനക്കാര്യം? അതെ, ആനക്കാര്യം തന്നെയാ. അച്ചുവേട്ടൻ എന്താ ഒരു കുറവ്? ആരോഗ്യമില്ലേ? പിന്നെ സൗന്ദര്യം എന്റെ അത്ര ഇല്ലെങ്കിലും അല്ല, അച്ചുവേട്ടനെ കണ്ട ആരും കുറ്റം പറയില്ലല്ലോ. നമുക്കതങ്ങ് ആലോചിക്കാം. എന്തായിരുന്നോ? ഇല്ലെങ്കിൽ ആരിച്ചതിന്റെ പുറഞ്ഞാൻ പൊളിക്കും. അത് ശരി. മൂത്ത് നരച്ച മൂക്കി പല്ല് വന്നാ പിന്നെ പെണ്ണന്വേഷിച്ച് നടന്നാ പെണ്ണ് കിട്ടാതെ വരും. ഇപ്പോഴാവുമ്പോ ഞാനൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. അച്യുതം പാപ്പാന് പറ്റിയ ഒരു പെണ്ണ്. എന്ന് തുടങ്ങി ഇതെല്ലാള് പണി? വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇത്തിരി ദല്ലാള് പണി ചെയ്യാനും ശിവന് മടിയില്ല. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അവളെ തല്ലിയ ഈ കൈ കൊണ്ട് തന്നെ ഒരു മിന്നു കെട്ടി ആ പാവത്തിനെ രക്ഷിച്ചുകൂടെ അച്ചുവേട്ടാ? നമ്മുടെ ഗൗരി എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ? ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ? ഇഷ്ടവും ഇഷ്ടക്കേടവും അല്ല പ്രശ്നം. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കുടുംബം, ജീവിതം, അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല.
തൽക്കാലം ആലോചിക്കുന്നില്ല. അല്ല കല്യാണം നീ കഴിഞ്ഞ നിന്റെ പണി നോക്കിച്ചു വാ. കാമം ദാനം ഭേദം ദണ്ണം എല്ലാ മുറയും പ്രയോഗിച്ചു നോക്കി. അച്ചോട്ടനൊന്ന് സമ്മതിക്കണ്ടേ? ഈ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോ അങ്ങേര് മതമിളകി ആനെ പോലെയാ. ഇനിയിപ്പോ എന്താ ഒരു വഴി? വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പെരുവഴിയാവോ? എന്റെ ബുദ്ധിയെ കുറിച്ച് എന്താ വിചാരിച്ചേ? നീ നോക്കിക്കോ, ശിവൻ ഒരു കളി കളിക്കാൻ പോവാ. ഗൗരി ചേച്ചിയുടെ സ്വഭാവം എനിക്ക് പേടിയാവുന്നു ശിവേട്ടാ. ആദ്യം നിന്റെ മുഖത്ത് ഈ പേടി മാറ്റി, എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തില് ഇങ്ങനെ നിൽക്കും. നീ അല്ലേ ഏറ്റത് കൊടുത്തോളാവുന്ന? എന്നിട്ടിപ്പോ എനിക്ക് വയ്യ. ദാ ശിവേട്ടൻ തന്നെ കൊടുക്ക്. പിന്നെ എന്തിനാ നീ എന്റെ കൂടെ വന്നത്? എന്തിനാടി? എന്താ ഇവിടെ രണ്ടാളും കൂടെ ഒരു തർക്കം? ആ ഗൗരി തന്നെ പറ. ഒരാൾ ഒരു കാര്യം നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ച നമ്മളെ ചെയ്യണോ വേണ്ടയോ? പിന്നെ വേണ്ടേ? കേട്ടല്ലോ, അതങ്ങ് കൊടുക്കാൻ. എന്താ ഇത്? തുറന്നു നോക്ക്. ഗൗരിക്ക് തരാൻ അച്ചുവേട്ടൻ തന്നേച്ചതാ. ഗൗരിയെ തല്ലിയതിന്റെ കുറ്റബോധം കൊണ്ട് അച്ചുവേട്ടൻ കാട്ടിൽ കൂടെ ഒരു മതയാനെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നടക്കുക. ഊണില്ല, ഉറക്കമില്ല, മദ്യപാനമില്ല, കാപ്പൂടിയില്ല. ഈ പുറംപൂച്ചേ ഉള്ളൂ. ഒരു കുട്ടിയാനയുടെ മനസ്സാ. ആദ്യം ഇടയും, പിന്നെ വീണ്ടും ഇടയും. അങ്ങനെ ഇണങ്ങുന്നവരെ അടഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലേ ആ ശരി ചേച്ചി. ഗൗരിക്ക് അച്ചുവേട്ടനോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഈ സാരി ഉടുത്തോണ്ട് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് തമ്പുരാൻ കുന്നിലെ ചരുവിൽ വരാൻ പറഞ്ഞു. അതെ ചേച്ചി, അവിടെ ചെന്നില്ലെങ്കിൽ പിണക്കം തീർന്നിട്ടില്ലെന്ന് കരുതി അച്ചോട്ട് തൂങ്ങിച്ചാവുമെന്നാ പറഞ്ഞത്. പറഞ്ഞതുപോലെ ചെയ്യുന്ന ഒരു കാട്ടുപോത്ത അച്ചുവേട്ടൻ. ഈ സാരി പിടിക്ക്. എന്താ ചേച്ചി? പിടിക്കാൻ. ആണത്വത്തോടെ നേരിട്ട് വന്ന് ആ മനുഷ്യൻ എന്റെ കയ്യിൽ സാരി തന്നിരുന്നെങ്കിൽ ഞാൻ വാങ്ങിയനെ. പോയി പറഞ്ഞേരെ, ഈ ചുറ്റിക്കളിക്കൊന്നും ഗൗരിയെ കിട്ടില്ലെന്ന്. അല്ല, കൊണ്ടുകൊടുക്കടാ. എനിക്ക് ശത്രുവാച്ചൻ അവളാരാ? എന്നെ കെട്ടോണോ? കെട്ടിയവളാണോ കെട്ടാത്തവളാണോ ഇനി കെട്ടാൻ പോണവളാണോ എന്നൊന്നും എനിക്കറിയില്ല. ഈ ഷർട്ട് ഇട്ടുകൊണ്ട് വൈകുന്നേരം 4 മണിക്ക് തമ്പുരാൻ കുന്നിന്റെ അവിടെ ചെന്നില്ലെങ്കിൽ അച്ചുവേട്ടന്റെ പിണക്കം തീർന്നിട്ടില്ല എന്ന് കരുതി കെട്ടിത്തൂങ്ങി ചാവുമെന്നാ ഗൗരി പറഞ്ഞിരിക്കുന്നത്. ഗൗരി പറഞ്ഞതാ. എവിടെയെങ്കിലും പോയി ചാവട്ടെ, എനിക്കെന്തോ. കരിങ്കല്ല നിങ്ങളുടെ മനസ്സ്. ഒരു പാവപ്പെട്ട പെണ്ണ് സ്നേഹത്തോടെ തന്നേറ്റ സമ്മാനം നിഷ്കരണം വലിച്ചെറിഞ്ഞു. ദുഷ്ടൻ, കഷ്ടം. മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾ പന്തിയിൽ വന്ന് വിളിച്ചുപോയി അവളുടെ ഒരു സമ്മാനം. ആർക്കും ഒരു തെറ്റ് പറ്റും, അതേ ഗൗരിക്കും പറ്റുള്ളൂ. ഇനി ഈ ഷർട്ട് ഇഷ്ടപ്പെടാത്തോണ്ടാണെങ്കിൽ അതേപോലത്തെ 2 ജുബ്ബ വാങ്ങിച്ചു തരാൻ പറയാം. ഗൗരി എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ അതിന്റെ ഉത്തരവാദി അച്യുതൻ പപ്പനായിരിക്കും. അത് ഞാൻ അങ്ങ് സഹിച്ചു. മേലെ അവളുടെ വക്കാലത്തോണ്ട് എന്റെ അടുത്ത് വന്നാ അറിയാമല്ലോ അച്ഛനെ. അയ്യോ, ദേ നോക്ക് ചേച്ചി, ആളെവിടെ? തമ്പ്രാൻ കുന്നപ്പനെ കണ്ട് തൊഴുതിട്ടേ തൂങ്ങിച്ചവൻ വരുള്ളെന്നാ ശിവേട്ടൻ പറഞ്ഞത്. ഏതായാലും അച്ചോട്ടും വരുന്നതിന് മുമ്പ് ചേച്ചി വേഗം കുരുക്കം കഴിക്കേ. ചെല്ല് ചേച്ചി, എന്നെ കാണണ്ട. ചെല്ല്, വേഗം ചെല്ല്. അച്ചോട്ടാ, കളി കാര്യമായി. ജോലി കെട്ടിത്തൂങ്ങി ചാവാൻ പോകും. വേഗം ചെന്ന് രക്ഷിക്കാൻ ചെല്ല അച്ചുതാ. അല്ല അച്ചോട്ടാ, ആ ഹതഭാഗ്യ രക്ഷിക്കാൻ വേഗം വേഗം. സമയം പോടും, അങ്ങോട്ട് ചെല്ല. ഗൗരി, എന്താ ഇത്? പറഞ്ഞു
വലിയ ഡ്രൈവറായി. അച്ചോട്ട് പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞു. അപ്പൻ എന്തേടി? ഈ പണി അപ്പന് ഇഷ്ടമല്ലെങ്കിലും കന്യോട്ടമല്ലേ, അതുകൊണ്ട് പറഞ്ഞിട്ട് പോകാന്ന് കരുതി. ഇതാ അഡ്വാൻസ് കിട്ടിയപ്പോ വാങ്ങിയതാ. ഇത് അപ്പന്, ഇത് നിനക്ക്. വേണ്ട, കണ്ട കള്ളന്മാരുടെ കൈ കൊണ്ട് കിട്ടിയ കാശ് കൊണ്ട് വാങ്ങിച്ചൊന്നും ഇവിടെ ആർക്കും വേണ്ട. അപ്പാ, ഒരു കള്ളപ്പണിയും ചെയ്യാതെയാ ഇത്രയും നാളും നിങ്ങളെ ഞാൻ വളർത്തിയത്. ഒന്നും ഒരു കുറവും വരുത്താതെ. ഡ്രൈവർ പണി കള്ളപ്പണിയാണോ? ആനപ്പണിയേക്കാൾ അന്തസ്സുണ്ട്. അന്തസ്സില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ തെക്കന്റെ ലോറിയിലെ പണി നിനക്ക് വേണ്ട. വളയം തരാൻ ആരും ഇല്ലായിരുന്നപ്പോ തന്നത് തെക്കനാ. അപ്പന്റെ വാക്ക് കേട്ടത് വേണ്ടെന്ന് വെക്കാൻ എനിക്ക് വയ്യ. എന്നെ ധിക്കരിച്ച് ഈ വീട്ടിൽ കഴിയാമെന്ന് നീ കരുതണ്ട. എന്ത് ചെയ്താലും അത് ധിക്കാരമായിട്ട് അപ്പന് തോന്നും. അതിന് ഞാനെന്ത് ചെയ്യും? ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. നീ ഈ പണിക്ക് പോണ്ട എന്ന് അപ്പം മാത്രം തീരുമാനിച്ചാൽ മതിയോ? മതിയടാ. ഈ വീട്ടിൽ എന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കാൻ വയ്യെങ്കില് നിന്റെ പാടായിക്കോ. പക്ഷെ മേലാലി മുറ്റത്ത് കാലുകുത്തരുത്. ഇല്ല, എനിക്ക് ജീവിക്കാൻ നിങ്ങളുടെ ആരുടെയും സഹായം വേണ്ട. വേണ്ടെങ്കിൽ ഇറങ്ങടാ, ഇറങ്ങടാ വട്ടിപ്പുറത്ത്. അപ്പാ, എന്താ ഇത്? വേണ്ട, പോട്ടെ. അവന് തോന്നുമ്പോ വരട്ടെ. ഇല്ലെങ്കില് എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലെന്ന് വിചാരിക്കാം. ആരാടാ എന്റെ ലോഡുകൾ പിടിച്ചത്? ഞാനൊന്നും അറിഞ്ഞില്ല തെക്ക, ഒക്കെ DFO നേരിട്ടായിരുന്നു. കൈ നീട്ടുമ്പോ കെട്ടുകണക്കിന് തരുന്നില്ലേ ഞാൻ? എന്നിട്ടും താൻ അറിഞ്ഞില്ല അല്ലേ? കൊടുക്ക്, ആർക്ക് വേണേലും കൊടുക്ക്. എന്നിട്ടെന്റെ ലോഡുകൾ വിടാൻ പറ. അത് ലോഡ്
DFOയുടെ കസ്റ്റഡിയില. പുതിയ ആളാ, കടുംപിടുത്തക്കാരനാ. ഞാൻ എന്ത് ചെയ്യാൻ? വാട്ട് ബ്ലഡി നോൺസെൻസ് ആർ യു ടോക്കിംഗ്? കാട്ടുകള്ളന്മാരെ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനല്ല ഞാൻ. നിങ്ങൾക്ക് പോകാം. ദാറ്റ് ഇസ് വേ ഔട്ട്. മിസ്റ്റർ ജെയിംസ് ആന്റണി, നിങ്ങൾ സംസാരിക്കുന്നത് തെക്കനോടാണ്. താൻ തെക്കനാണെങ്കിൽ ഞാൻ എന്താ വടക്കോട്ട് പോകണം? താനും തന്റെ ഗുണ്ടകളും കാണിച്ചു കൂട്ടുന്ന എല്ലാ അക്രമങ്ങളും പുറത്തു കൊണ്ടുവരാൻ എനിക്ക് കഴിയണം. എന്നാലല്ലേ സാറിന്റെ മുകളിലുള്ളവർക്ക് കണക്ക് പറഞ്ഞ് എന്നോട് കാശ് വാങ്ങിക്കാൻ പറ്റൂ. നിങ്ങൾക്ക് എത്ര വേണം അത് പറ. എനിക്ക് എന്റെ ലോഡുകൾ വിട്ട് കിട്ടണം. നോ. ഡു യു തിങ്ക് ഐ ആം ഫോർ സെയിൽ? ഞാൻ DFO ആയിരിക്കുന്നിടത്തോളം കാലം തന്റെ ഒരു അഭ്യാസം ഇവിടെ നടക്കില്ല. തനിക്ക് തെക്കനെ കുറിച്ച് ഒന്നും അറിയില്ല. നാട്ടിൽ ഇനിയും എന്റെ മുതൽ കിടപ്പുണ്ട്. അത് തന്റെ കൺമുമ്പിലൂടെ ഞാൻ കൊണ്ടുപോകുന്നത് കാണണോ? തടയാമെങ്കിൽ തടഞ്ഞോ. തെക്കൻ ആരാണെന്ന് അപ്പൊ അറിയും. താൻ ഒരു പുല്ലും ചെയ്യില്ല. Shut up and get out. ഒച്ച വയ്ക്കണ്ട. എന്നെ എതിർത്ത് തനിക്ക് മനസമാധാനത്തോടെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഇവിടെ നിന്നല്ല, എവിടെയും. ശരി, നമുക്ക് കാണാം. തൊലി ഉരിഞ്ഞു പോയിടോ, തൊലി ഉരിഞ്ഞു പോയി. മുഖ്യമന്ത്രിയുടെയും പത്രക്കാരുടെയും ചോദ്യം കേട്ട്. ഇരിക്കെ. എന്തോ നാടോ ഇതൊക്കെ? ആരാണോ ഇതിന്റെയൊക്കെ പിന്നില്? സാർ, ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർ പറയുന്നത് കണ്ടാലറിയാവുന്ന ആരും അതിലില്ലായിരുന്നു എന്നാണ്. ഇറ്റ് വാസ് ടോട്ടലി അൺഎക്സ്പെക്ടഡ് ബട്ട് എ വെരി വെൽ പ്ലാൻഡ് ഓപ്പറേഷൻ. വിത്ത് യുവർ പെർമിഷൻ സാർ, ഡിപ്പാർട്ട്മെന്റിന് ഇതിൽപ്പെടെ ഒരു നാണക്കേട് വരാനില്ല. പിടിച്ചെടുത്ത തൊണ്ടി സാധനങ്ങൾ തിരിച്ചു കൊണ്ടുപോകാൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തിനും കൂട്ടു നിൽക്കാൻ നമ്മുടെ ഇടയിൽ തന്നെ ആളുകളുള്ളപ്പോ ഹൗ കാൻ ഐ അഷ്യൂർ സേഫ്റ്റി സർ? നോ. എനിഹൗ, ഇതിന് നിങ്ങൾ സമാധാനം പറഞ്ഞേ പറ്റൂ. പറയുക മാത്രമല്ല, ഇതിന് ഉത്തരവാദികളായവരെ കസ്റ്റഡിയിൽ എടുക്കാനും എനിക്ക് കഴിയും. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല മിസ്റ്റർ ജെയിംസ് ആന്റണി? അതിന് സാർ എനിക്ക് ഒരു ഉറപ്പ് തരണം. അറസ്റ്റ് ചെയ്തവരെ ലോക്കപ്പിലാക്കുന്നതിന് മുമ്പ് അവർ വിട്ടയക്കാൻ ഉത്തരവിടില്ല. സാർ, വണ്ടമേട്ടിലെ പരിപാടി ഒന്ന് പോടോ. ഈ കാര്യത്തിൽ DFOയുടെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ ആരും വരില്ല. അതിന് ഞാൻ ഉറപ്പ് തരുന്നു. എന്തായാലും നമ്മുടെ വകുപ്പിന്റെ നാണക്കേട് മാറണം. ഇതിനൊക്കെ തെളിവുകൾ എന്റെ അടുത്തുണ്ട് സാർ. പലരുടെയും ഉറക്കം കെടുത്തുന്ന തെളിവുകൾ. തോമസേ, വാ. ഇയാളാണ് സാറിന്റെ തെളിവ്. സാറിന്റെ വാക്ക് വിശ്വസിക്കാമെന്നുണ്ടെങ്കിൽ
വിത്തിൻ 24 hours ഈ സംഘത്തിലെ മുഴുവൻ പേരെയും ഞാൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. Then do it. കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ മുതലാളി. നിന്നെ കൊല്ലരുതല്ലേ, ഒറ്റിക്കൊടുക്കാനും എനിക്കെതിരെ സാക്ഷി പറയാനും കൂടെ നിൽക്കുന്നവർ തുടങ്ങിയ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? തെറ്റ് പറ്റിപ്പോയി, മാപ്പ് തരണം മുതലാളി. എന്റെ കുടുംബം അവരെ ഓർത്തിട്ടെങ്കിലും എന്നെ ഒന്നും ചെയ്യല്ലേ. ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. ഉം. ഉം. ഞാൻ തിരിച്ചു വരില്ലാന്ന് വിചാരിച്ചു അല്ലേ താൻ? വരുമടോ, ഞാനേ തെക്കന്റെ പണിക്കാരനാ. ഒന്നും മനഃപൂർവ്വം ആയിരുന്നില്ല ചന്ദ്ര. ലോഡുമായിട്ട് വരുന്ന നീയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഓഹോ, നീ ചെയ്തത് തെറ്റാ. മൂപ്പൻ എതിർത്തിട്ടും ആ തെക്കന് വേണ്ടി കള്ളത്തടി കടത്താൻ കൂട്ടുന്നത് തെറ്റ് തന്നെയാ. ആദ്യം അത് സമ്മതിക്ക്. ഞാൻ എങ്ങനെ ജീവിക്കണമെന്നും എന്ത് ജോലി ചെയ്യണമെന്നും എനിക്കറിയാം. എന്നെ ആരും പഠിപ്പിക്കണ്ട. ഞാൻ ആരെയും പഠിപ്പിക്കാൻ വരുന്നില്ല. തെറ്റ് കണ്ടാ പറയും, ഇഷ്ടപ്പെട്ടവരാണെ ചിലപ്പോ ശിക്ഷിക്കും. ശിക്ഷിക്കും. ആ പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ ആളാവാനാണ് ശ്രമമെങ്കിലേ അത് എന്നോട് വേണ്ട. ഇപ്പൊ ചെല്ലേ. വല്ലയിടത്തുനിന്നും വലിഞ്ഞേറി വന്നിട്ട് ഈ നാട്ടുകാരെ ഒറ്റിക്കൊടുക്കാനും തമ്മിലടിപ്പിക്കാനാണ് ഭാവമെങ്കിൽ അറിയാമല്ലോ അനുഭവം. ശങ്കുണ്ണി മൂപ്പന്റെ മോനായിപ്പോണ്ട് ഇത്ര നേരം ഞാൻ ശ്രമിച്ചു. അല്ലെങ്കിൽ എന്തോ ചെയ്യണോ? വെട്ടിയറിഞ്ഞ് കൊക്കേ തള്ളും, അത്ര തന്നെ. ഓടാ. കന്നത്തരോ ഏഷണിയും കൊണ്ട് ആനപ്പന്തി പടപ്പുറപ്പാടിലാണെങ്കിൽ അതിന് ഞാനും തയ്യാറാ.